പേര് ശിവരാമൻ. സ്ഥാപനത്തിന് പേര് ഇമ്മൻസ് കുറുപ്പുംപടി. 20 വർഷമല്ല, ഞാൻ പിന്നെ പഠനം കഴിഞ്ഞതിന് ശേഷം ഇൻഡസ്ട്രിയൽ മേഖലയായിരുന്നു. മിനി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ കുറച്ച് മാറി പിന്നിപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 20 വർഷത്തോളമായി. ഗേറ്റ്, ഗ്രില്ല്, വലിയ ഡ്രസ് വർക്കുകൾ, പിന്നെ മറ്റേ കട്ടില, ജനല്, എല്ലാ വർക്കുകളും, ഇൻഡസ്ട്രിയൽ വർക്ക് ഐറ്റംസ് ആയിട്ടുള്ള എല്ലാ മേഖലകളിലും, സ്റ്റീൽ വർക്ക്, അതെല്ലാ വർക്കുകളും. മാറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ ഇത് ചേഞ്ചിങ്ങുള്ള ഗേറ്റുകൾ, അതേമാതിരി പിന്നെ നമുക്കൊരു എഞ്ചിനീയർ ഒരു വർക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ ആ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യും. പണിക്കാർ വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ചെയ്യും. ഡ്രസ് വർക്കുകളൊക്കെ മോഡലായിട്ട് ഈ പോളികാർബണിൻ്റെ വർക്കുകൾ, അങ്ങനെയൊക്കെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഓട് ഏത് ഇതിലാണ് എഞ്ചിനീയർ ഇട്ട് തരുന്ന വെച്ചാൽ ആ വിഭാഗത്തിലുള്ള എല്ലാ വർക്കും, അങ്ങനെ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിലുള്ള എല്ലാ പുരോഗതിയും ഉണ്ട്. ഞാൻ ഇൻഡസ്ട്രിയൽ വർക്ക് മിനി ഇൻഡസ്ട്രിയൽ എന്നാണ് പഠിച്ചത്. അതിൽ ലൈറ്റിലെ വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത്, വെൽഡിങ്, എല്ലാ വർക്കുകളും, പിന്നെ ബസ്, വലിയ വാഹനങ്ങളുടെ ഹൗസിങ് ട്യൂബ് നിർമ്മാണം, അതായത് നെട്ട്, ബോൾട്ട്, പിന്നെ മില്ലില്, മരമില്ലിലെ ഈർച്ചമില്ലിലെ വീലുണ്ടല്ലോ, വലിയ വീല് കട്ടിങ്, ഇങ്ങനെ എല്ലാ വർക്കും ചെയ്തിരുന്നു. ശരിക്കും ഷീറ്റ് വർക്കൊക്കെ സ്ക്വയർ ഫീറ്റ് എടുക്കും. മറ്റുള്ളതൊക്കെ ഒരു പിന്നെ കവറേജ് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അളന്നിട്ട് അതിൻ്റെ എത്ര രൂപ പണിക്കൂലി, പിന്നെ സ്ക്വയർ ഫീറ്റ് നോക്കും. എന്നിട്ട് നമ്മൾ ലാഭം ഇതിലായിട്ടുള്ള പണിക്കൂലിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കരാറായിട്ടാണ് മൊത്തം. ഇപ്പൊ ഈ സൈറ്റ് വർക്ക് മേഖല ഉണ്ടായതുകൊണ്ട് ചില ഇതൊക്കെ ആളുകൾ സാധനം വാങ്ങിയിട്ട് ഒരു കൂലിപ്പണി മോഡലൊക്കെ എടുക്കുന്നുണ്ട്. ചില വർക്കുകളൊക്കെ അങ്ങനെ എടുക്കലുണ്ട്. എന്ന് വെച്ചാൽ നമ്മള് സ്ഥാപനം നിലനിന്ന് പോകണ്ടേ, 6 പണിക്കാരും ഇല്ലേ, പണിക്കാരെ നിലനിർത്തി പോകണ ഇപ്പൊ ഭയങ്കര പ്രയാസമായിട്ടാണ് കാണുന്നത്. ഈ സൈറ്റ് വർക്കുകാർ വെച്ചാൽ വളരെ റേറ്റ് കുറച്ചിട്ട് പോലെ 2 മെഷീന് ഒക്കെ ആയിട്ട് ചെന്നിട്ട് പിന്നെ വളരെ റേറ്റ് കുറച്ചാണ് ഓല് പണിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ഥാപനം നിലനിൽക്കാൻ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് വർക്കുകൾ പല ഭാഗത്തേക്ക്, തിരൂര്, മലപ്പുറം, പിന്നെ അതേമാതിരി ചില വർക്കുകൾ ഊട്ടിയിലൊക്കെ പോയി ഞാൻ വർക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്നൊക്കെ ആദ്യമൊക്കെ ഈ പിന്നെ മലേഷ്യ അവർക്കൊക്കെ ഈ സ്റ്റീലിൻ്റെ വർക്കൊക്കെ കേസൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ട് അവരവിടെ ഫിറ്റ് ചെയ്യും. ഇവിടുന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതിൽ കയറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലത്തെ സ്റ്റെയറുകൾ വരുന്നുണ്ട്. പിന്നെ ഡിസൈൻ സ്റ്റെയർ, ഈ ഫർണിച്ചറിൻ്റെ ഇതുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഫർണിച്ചറിൽ ഇപ്പോൾ ഏകദേശമൊക്കെ അതിൻ്റെ ഫ്രെയിമുകളൊക്കെ പൈപ്പിലാണല്ലോ, അതൊക്കെ റൗണ്ട് വളച്ചിട്ട് ഓരോരോ ഡിസൈൻ ഇട്ട് തരും. പിന്നെ അത് മരം കൊണ്ട് ഫില്ല് ചെയ്യലാണ് അവർ. അങ്ങനത്തെ വർക്കുകൾ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോഫ, പിന്നെ ഇതിൽ തന്നെ നമ്മൾ സ്റ്റെയർ ഉണ്ടാക്കിയിട്ട് അതിൽ കുഷൻ ഇട്ടിട്ട് അവർ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന പല വർക്കുകൾ, ഏത് വർക്ക് ഇട്ടെന്നാലും നമ്മളെ തൊഴിലാളികൾ ചെയ്യാനുള്ള. അത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചിലര് മോഡൽ അയച്ചു തരും. ഇപ്പം നാളെ ഇസ്ത്രി ഇടുന്ന ഒരു ഇതിൻ്റെ ഇത് മോഡൽ അയച്ചു തന്നു, ചെടി വെക്കണ അതിന് മോഡൽ അയച്ചു തന്നു. പിന്നെ അതൊക്കെ ഓരോരുത്തർ മോഡല് നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് ഇട്ട് തരും. അത് നമ്മൾ പിന്നെ സാധനം നിർമ്മിച്ച് അവർക്ക് കൊടുക്കും. പെയിന്റിംഗ് ഒക്കെ എല്ലാ പണിയും കഴിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. അത് പിന്നെ ടാറ്റന്റെ ഷീറ്റ്, പിന്നെ വാതിൽക്കട്ടിലിന്റെ ടാറ്റന്റെ ഷീറ്റിലാണ് നമ്മള് ഉണ്ടാക്കി കൊടുക്കുന്നത്. സാധാ നമ്മള് പിന്നെ കിടക്കണ കട്ടിലുണ്ട്, പിന്നെ അത് നമ്മള് പൈപ്പിൽ ഇത് ചെയ്തിട്ട് പ്ലൈവുഡിന്റെ പീസ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പൊതുരംഗത്ത് ഞാൻ ചെറുപ്പം മുതലേ നല്ല പൊതുരംഗത്തുള്ള മേഖലകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ രാഷ്ട്രീയത്തില് പിന്നെ കോൺഗ്രസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് INTCന്റെ മണ്ഡലം പ്രസിഡന്റാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയില് ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ ഞാൻ സ്കൂളിലെ PTA, പിന്നെ അംഗനവാടി വെൽഫെയർ കമ്മിറ്റി, അങ്ങനെ ഒരുപാട് കമ്മിറ്റികളിലെ അംഗങ്ങളാണ്. അങ്ങായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളെ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി ഒരു അംഗം ആയിരുന്നു ആദ്യം. പിന്നെ ഇപ്പം ഞാനിവിടെ ചാപ്പനങ്ങാടിൻ്റെ ഒരു പ്രസിഡൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു, ചാപ്പനങ്ങാടി ബ്ലോക്കിൻ്റെ.
ഇപ്പൊ പിന്നെ സ്ഥാനങ്ങളിലൊക്കെ ഇന്നൊക്കെ മാറി ഇപ്പൊ രാഷ്ട്രീയത്തില് രംഗത്തുണ്ട്. പിന്നെ ഫാമിലിയില് പിന്നെ ഭാര്യ, പിന്നെ 3 മക്കള്. മൂത്തവൻ ഗൾഫിലാണ്. രണ്ടാമത്തെ കടയിൽ വരും. കടയിലെ പണിക്കൊക്കെ ഒഴിവ് ഇവര് പണിക്കാർ ലീവായിരിക്കുമ്പോൾ വന്ന് പണിക്ക് സഹായിക്കാനുണ്ടാവും. ചെറുത് ഒരു പെൺകുട്ടിയാണ്. അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇനി എന്റെ ആഗ്രഹം എന്താ വെച്ചാല് ഒരു സ്വന്തമായിട്ടൊരു എന്തെങ്കിലും സ്ഥാപനം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇതിന്റെ മെറ്റീരിയൽസ് മെഷീനറി ഉണ്ടല്ലോ, വെൽഡിങ് മെഷീൻ, അതേമാതിരി ഗ്രൈൻഡർ, അതിന്റെ മെറ്റീരിയൽസ് നമ്മൾക്ക് ആവശ്യമുള്ള, പിന്നെ ഒരു അഡ്വൈസ്, പിന്നെ ഈ സാധനങ്ങൾ വാടക കൊടുക്കണം, അങ്ങനത്തെ ഒരു ഇത് തുടങ്ങണം എന്നുള്ളതാണ്. ഇപ്പൊ ഇതിൽ കൂടുതൽ പിന്നെ ചെയ്യാനും മുന്നോട്ട് പോകാന് ഇങ്ങനെ നടന്നു പോകാനുള്ള കുറച്ച് പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ വരുന്നോണ്ട് പിന്നെ മക്കളെ അത് ഏൽപ്പിക്കാനും അങ്ങനത്തെ ഒരു ഇതിലാണ്. അങ്ങനത്തെ ഒരു കട തുടങ്ങണം എന്നുള്ള അതിനുള്ള പ്രയത്നം നടന്നുകൊടുക്കുന്നുണ്ട്. ഇത് ഭാവിയിൽ ഇനി നല്ല ഉയർച്ചയിലേക്ക്, എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴും ഈ പൈപ്പിന്റെ അതേമാതിരി ഷീറ്റിന്റെ വർക്ക് ഉണ്ട്. വീട് വെക്കുകയാണെങ്കിലും ഇപ്പൊ അത് ഒരു 10 വർഷം കഴിഞ്ഞാല് 10-15 വർഷം കഴിയുമ്പോഴേക്കും 10 വർഷം മിനിമം. ഇപ്പൊ നമ്മള് പോളികാർബണിന്റെ ഷീറ്റ് അതൊക്കെ ചെയ്യുന്നതൊക്കെ 10 വർഷമാണ് അവർ ഗ്യാരണ്ടി. ഈ 10 വർഷം കഴിഞ്ഞാൽ അതായത് പിന്നെ ഒരു ചെറിയൊരു പിന്നെ റിപ്പയറിംഗ് വർക്ക് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ തന്നെ നടക്കാനുള്ള ഒരു ചാൻസ് ഉള്ളതാണിത്. ഇപ്പോൾ ചില സീറ്റ്, അതേമാതിരി ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ കട്ടിലുകൾ ഒക്കെ വെച്ചത് ചിലത് തുരുമ്പ് കയറിയിട്ട് മാറ്റി കൊടുക്കുക, അങ്ങനെയുള്ള വർക്ക്. ഇതൊരു ഇനിയൊരു സ്ഥാപനം അല്ലാതെ തന്നെ റിപ്പയറിംഗ് ആയിട്ട് തന്നെ പോകാനുള്ള ഒരു ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഗൾഫിലൊക്കെ ചെന്ന് കഴിയുന്നുണ്ടല്ലോ, നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്ന മറ്റേ ഈ പ്ലംബിങ് ഇതൊക്കെ ഇതായിട്ട് എടുക്കാം. അതേപോലെ മുന്നോട്ട് പോകാനുള്ള ഒരു സ്ഥിതിഗതികൾ നമ്മുടെ നാട്ടിൽ വന്നുകൊടുക്കുക. അപ്പൊ ഇതിന് സ്കോപ്പുകളുണ്ട്. എല്ലാ പണിയുടെ മാരില്ല കൊടുക്കുക. അവരിങ്ങനത്തെ തൊഴിലുകൾക്ക് ഒന്നാമത് നമ്മളെ നാട്ടിലെ ആളുകൾ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് ഇറങ്ങണില്ല. ഒക്കെ വിദേശത്തേക്കും അങ്ങോട്ടൊക്കെ പുറമ്പോട്ടേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ പണിക്കാരില്ലാത്തൊരു അവസ്ഥ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറുപ്പുംപടി വിമൻസ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ